ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നല്ല മഞ്ഞോറം, നല്ല മഞ്ഞുണ്ട, കൈയൊക്കെ എന്താ ഐസ് പോലെ ആയേക്കാണ്. ഇത് ഇവിടുത്തെ മഞ്ഞൊക്കെ ഇങ്ങനെ പോയി തുടങ്ങി, സൂര്യൻ്റെ അവിടെ നിന്ന് ഉദിച്ചു വന്ന് തുടങ്ങി. പക്ഷെ നല്ല തണുപ്പുണ്ട്, സൂപ്പർ തണുപ്പാണെന്ന്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാ വെച്ചാൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. നമ്മളിവിടെ മാത്രമാണോ എനിക്കറിയില്ല. മോളെന്ത് ചെയ്യണേ? ഇവിടെ ഭയങ്കര മലയാളം പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മലയാളം എക്സാം ഒക്കെ ഉണ്ട്. പഠിച്ചു തന്നിട്ട് കണ്ടോ, കൊച്ചൊന്നും പഠിക്കാണ്ട് എക്സാമിന് പോകുന്നുണ്ട്. എന്നിട്ട് മാർക്ക് കിട്ടുമോ? എന്ത് എനിക്കറിയാതെ നിന്നെന്തിനാ അപ്പി അമ്മ സ്കൂളിൽ പറഞ്ഞേ? നീ പഠിക്കണ്ട, നന്നായിട്ട് പഠിക്കണ്ട, എക്സാമിന് നല്ല മാർക്ക് കിട്ടോ? അപ്പൊ പറയല്ലോ അവരോടും എക്സാമിന് എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ, കേട്ടാ? പിന്നെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഗുഡ് ഗേൾ എന്ന് എല്ലാവരും പറയും. അല്ലെങ്കിൽ എല്ലാവരും എന്താ പറയാ? എന്നിട്ട് പറയാ ബാഡ് ഗേൾ. നമ്മുടെ ഗ്ലോറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാ ചെടിയൊക്കെ കൊള്ളാം. അവിടുന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നു. അതിൻ്റെ ലൈറ്റ്, ആ കിരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എല്ലായിടത്തും കണ്ട് എത്തിയിട്ടില്ല. കുറച്ച് നമ്മൾ ശരിക്കും അരിച്ചിറങ്ങണ പോലെ ഇങ്ങനെ വരുള്ളൂ. ഇവിടെയൊക്കെ ഇങ്ങനെ സൂര്യപ്രകാശം വന്നിരിക്കുന്നു. സൂര്യൻ പിന്നെ വെയിൽ തന്നില്ലെങ്കിൽ നമുക്ക് പകലുണ്ടാവുമോ? പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം ആലോചിച്ചത്, നമ്മുടെ ആക്റ്റീവയുടെ ബാക്കിലത്തെ ടയർ നമ്മൾ മാറ്റിയിട്ടാണ്. ഒരു 10,000 കിലോമീറ്റർ ആയപ്പോഴേക്കും ബാക്കിലത്തെ ടയർ തേഞ്ഞു പോയി. അപ്പോൾ നമ്മൾ ഇത് മാറ്റി ഇതാക്കി, നല്ലൊരു പ്രത്യേക ഗ്രിപ്പുള്ളത് ടയർ അഷ്ടമിശ്രയിൽ നിന്ന് മാറ്റിയതാ. മറ്റേ മിച്ചിലിനോ അങ്ങനെ ഒരു കമ്പനിയില്ലേ, അതിൻ്റെ ടയറാണ്. നല്ല ടയറാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇത് മാറ്റിയിട്ടു. പിന്നെ വണ്ടിയുടെ ബ്രേക്ക് പാഡുകളെല്ലാം മാറി, ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ഒക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ആക്റ്റീവ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയായിരുന്നു. മുമ്പത്തെ വീഡിയോയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല, നമ്മൾ പഴയ ആക്റ്റീവയായിരുന്നു ഫുൾ ടൈം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് എൻ്റെ ഒരു ബാഡ് സെലക്ഷനായി എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കാരണം ഈ വണ്ടി എടുത്തപ്പോൾ തുടങ്ങി എനിക്ക് എന്തെങ്കിലും കേട്ടൊരു പ്രശ്നങ്ങൾ തന്നെയുണ്ട്. എടുത്തപ്പോൾ ആണെങ്കിൽ വണ്ടി ഓണാവാൻ അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓഫായി ഓണായ പോലെ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കീയുടെ ഇവിടെ എന്തോ ഒരു ലൂസ് കോണ്ടാക്റ്റ് പോലെയാണ്. പക്ഷെ അവരുടെ കയ്യിൽ സർവീസിന് കൊടുക്കുമ്പോൾ അവർ പറഞ്ഞു അവർ നോക്കിയിട്ടൊന്നും കാണുന്നില്ല, അവരൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ബ്രേക്ക് ഭയങ്കര കുറവ്. ഇപ്പോൾ പുതിയ ബ്രേക്ക് ഷൂ ഇതൊക്കെ ഇട്ടെങ്കിലും ഇതിപ്പോൾ ബ്രേക്ക് വീണ്ടും ഭയങ്കര ലൂസായി പോണു പെട്ടെന്ന് ബ്രേക്കൊക്കെ. എന്തോ മുമ്പത്തെ വണ്ടി എന്തായിരുന്നു, അടിപൊളി സാധനമായിരുന്നു, സൂപ്പറായിരുന്നു. മിടുവിന് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്. ആണോ? പക്ഷെ എനിക്ക് മാത്രമാണോ മോശം അഭിപ്രായം? അപ്പൊ ഏത് വണ്ടിയാണ്? പഴയ വണ്ടിനെ കുറിച്ച് നല്ല അഭിപ്രായം. പഴയ വണ്ടി സൂപ്പറായിരുന്നു. ഈ വണ്ടി ഇത് പോരാ, മറ്റേ കമ്പയർ ചെയ്യാനേ പറ്റില്ല, കൊള്ളൂല. പക്ഷെ അതിനാണ് എനിക്കും പറയാനുള്ളത്. പുതിയതായിട്ട് ആക്റ്റീവ് എടുത്ത ആരെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അതായത് എടുക്കണ്ടെന്നല്ല പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയായിരുന്നു ആക്റ്റീവ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും, ഒരു ഫ്രണ്ടിൽ ഇഷ്ടംപോലെ സ്പേസും സീറ്റിൻ്റെ അടിയിൽ സ്പേസും എല്ലാം കൊണ്ടുള്ള നല്ലൊരു വണ്ടിയായിരുന്നു. നമ്മുടെ ഒരു ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ടല്ലോ ഒരു വണ്ടീനെ കുറിച്ച്. മുമ്പത്തെ വണ്ടി 10 കൊല്ലം ഞാൻ കൊണ്ടുവന്നിട്ട് എനിക്ക് ഒരു കംപ്ലൈൻറ്റും അതിനെക്കുറിച്ച് പറയാനില്ല. അപ്പോൾ ഇത്തിരി കൂടി അഡ്വാൻസ് ആയിക്കോട്ടെ, നല്ല വണ്ടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇതിലേക്ക് പോയത്. ശരിക്കും പറഞ്ഞാൽ പോകണ്ടായിരുന്നു എന്ന് ഇപ്പോൾ തോന്നണം. എന്തായാലും കൊള്ളാം, വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വണ്ടി ഓടുന്നുണ്ട്. മോളൊരു മിനിറ്റ് അപ്പോൾ പറയട്ടെ, ഒരു മിനിറ്റ്. വണ്ടി അനിയത്തി കറക്റ്റാണ്. അനിയത്തിയുടെ താട ഇവിടെ ഒരു ഇതിങ്ങനെ വരണം, ഇതേപോലെ ഇപ്പുറത്തും വരണം, നാ പോലെയായി. എൻ്റെ അമ്മോ, ഇപ്പോൾ ഓക്കെ. അപ്പോൾ ഇതാ പറയാനുള്ളൂ, വണ്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഈ രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സൈലൻസർ ഒടിഞ്ഞു പോയി. ഗ്രേസ് സൈലൻസർ ഒടിഞ്ഞു പോയി. സൈലൻസർ
അന്ന് തുരുമ്പ് പോലും ഇല്ല. എങ്ങനെയെന്ന് അറിയില്ല. സൈലൻസർ ഇതിന് മുമ്പത്തെ സർവീസ് കഴിഞ്ഞ് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ സൈലൻസർ ഒടിഞ്ഞ് നിലത്ത് വീണു. പിന്നെ ഒരു വാറണ്ടി ആദ്യം പറഞ്ഞാൽ മാറ്റി തരില്ല അവരുടെ വാറണ്ടിയിൽ. പിന്നെ ഞാൻ പറഞ്ഞു പുതിയ വണ്ടിയാണ്, നമ്മളൊന്നും തുരുമ്പ് പോലും ഇല്ല, നമ്മൾ തട്ടയും മുട്ടയും ഒന്നും ചെയ്തിട്ടില്ല, എന്തായാലും മാറ്റി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് കുറേ വാശി പിടിച്ചപ്പോൾ അവർ പറഞ്ഞു എന്നാൽ വാറണ്ടിയിൽ മാറ്റി തരാൻ പറഞ്ഞു. 10 ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു തോന്നുന്നു. അങ്ങനെ 10 ദിവസം കഴിഞ്ഞപ്പോൾ അവർ സൈലൻസർ മാറ്റി തന്നു. ഒരു 10 ദിവസം ഇതിൻ്റെ ബുള്ളറ്റ് പോലെയായിരുന്നു ഞാൻ കൊണ്ടു നടന്നിരുന്നത് കേട്ടോ. അതിൻ്റെ സൗണ്ടൊക്കെ അങ്ങനെയായിരുന്നു, സൈലൻസർ ഇല്ലാണ്ട് ഓടിച്ചുകൊണ്ടിരുന്നിരുന്നത്. അവർ പറഞ്ഞു ഓടിച്ചോ, കുറേ ദൂരം പോയിട്ട് അത്യാവശ്യം ചെറിയ ഓട്ടങ്ങളൊക്കെ ഓടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും അങ്ങനെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ ഗ്രേസിൻ്റെ ബസ് വരുന്നുണ്ട്. വേഗം എടുത്ത് ഓടിപ്പോ. ഇവളിപ്പോൾ ക്യാമറ ഓണാക്കി ഭയങ്കര ഭീകരതയായി മാറുന്നുണ്ട് കേട്ടോ. എനിക്ക് മനസ്സിലായി. പ്രാർത്ഥിച്ചാ അമ്മോട് പറഞ്ഞോ, അപ്പോട് പറഞ്ഞോ? ഓരോരുത്തർ ചോദിച്ചു മേടിക്കണം. സ്റ്റീവ് എവിടെയടി? അപ്പം അങ്ങനെ ഗ്രേസിൻ്റെ ബസ് വന്നു. ഗ്രേസ് ബസ്സിൽ കയറാണ്. അവള് നോക്കണമില്ലല്ലോ. ആളുടെ സൈഡ് ക്ലിയർ ചെയ്തിട്ട് ആള് നോക്കും. അടുത്ത ആളെ കൊണ്ടുവിടാനായിട്ട് വീട് പോകും. സാധനം വെച്ചുകൊണ്ട് നീ ഇല കൊണ്ടാക്കാൻ പോവാ. എങ്ങനെ നീ കൊണ്ടാക്കും വിടും? സ്റ്റീവ് ഒറ്റയ്ക്ക് പോകാനൊക്കെ ഓക്കെയാണ് കേട്ടോ. ബാക്കി നല്ല വെയിലടിക്കണമെന്ന് തോന്നുന്നു. സ്റ്റീവ് ഒറ്റയ്ക്ക് പോകാനൊക്കെ ഓക്കെയാണ്. അതിനങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെന്തിന് ഞാൻ പറഞ്ഞു എന്തിട്ടൂടെ ഇഷ്ടത്തിരുന്ന് ചെയ്യണേ? പഠിച്ചോണ്ടിരിക്കണ വെച്ച് എന്തിട്ട് പഠിക്കണ വെച്ച്? ലേറ്റ് ഒന്നും റെഡി എന്തിട്ട് പഠിച്ച വെച്ച്? എന്തൊക്കെയോ സൂത്രങ്ങൾ കാണിച്ചു വിട്ടിട്ടിരുന്നിട്ട് ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാലേ സ്റ്റീവിന് മുമ്പ് ക്യാമറ കൊണ്ടുവരുമ്പോൾ സ്റ്റീവിന് അങ്ങനത്തെ മീൻസ് ക്യാമറ ആണെന്നുള്ള ഒരു അറിവൊന്നുമില്ല. ഇപ്പം ആൾക്ക് മനസ്സിലായി തുടങ്ങി. ഇതിലെടുക്കുന്ന വീഡിയോ TV കൂടെ കാണുന്നു അല്ലെങ്കിൽ മൊബൈലിൽ കൂടെ കാണുന്നു. അപ്പോൾ ഇതിലെടുക്കുന്നതാണ് വരുന്നതൊക്കെ അവന് മനസ്സിലായി തുടങ്ങി. ഇപ്പം ക്യാമറ കാണുമ്പോൾ ആള് ഇങ്ങനെ അതിനനുസരിച്ച് എൻ്റെ വീഡിയോ എടുക്കുന്നൊക്കെ ഒന്ന് പറയും. അവിടെ നോക്കേണ്ട ചിലപ്പോൾ ഇങ്ങോട്ട് വരുമായിരിക്കും. അപ്പോൾ അങ്ങനെ സ്റ്റീവ് ഡൈനസോറുകളുടെ കളക്ഷൻ കൊണ്ടുവരുന്നുണ്ട് കാണിക്കാനായിട്ട്. ഇതൊക്കെയാണ് കാണിക്കേണ്ടത് നമ്മൾ. ഇത് കാണിക്കണോ? ഓ ഷൂവിൻ്റെ പകുതിയോടെ പോയി. പകുതിയോടെ വീണ് പോയാ? നമുക്ക് വേറെ ഡൈനസോറിനെ കാണിക്കാം. അതെ, എത്രയോ വില കൊടുത്ത് എത്രയോ ടോയ് മേടിക്കുന്നറിയോ? ഇത് 10 രൂപയുടെ മറ്റേ മിഠായി ഇടുന്ന ടോയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ആ സാധനം ആൾക്കിപ്പോ. സ്റ്റീവിന്റെ ഫേവറേറ്റ് ഏതായില്? ഇതാണ്. ഓ റെഡ് അല്ലല്ലോ ഇത്. എന്തൊരു കളറാ ഇതൊരു കളർ. ഇതിനപ്പയ്ക്ക് തരും ഒരെണ്ണം. അപ്പയ്ക്ക് ഇതാടെ ഒരെണ്ണം. ഇത് അപ്പ എടുത്തോട്ടെ ഗ്രേ, എടുത്തോട്ടെ. കൊടുക്കരുത്തിട്ടായിരിക്കും ഒരു സാധനം. ഇതെടുത്തോട്ടാ. ഗുഡ് ഗേൾ അല്ല ഗുഡ് ബോയ്. എന്നാ അപ്പ ഇത് കൊണ്ടോട്ടെ. അല്ലെങ്കിൽ ഇത് എടുത്തോളാം. അപ്പയ്ക്ക് ഇത് ഇഷ്ടായത്. ഇതപ്പ എടുത്തോട്ടെ. ഇതപ്പ എടുത്തോട്ടെ. കൊച്ചിന് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടാ. എടുത്തോട്ടെ. റെഡ് എടുത്തോട്ടെ. അപ്പൊ കൊണ്ടുപോയിക്കോട്ടെ. പാവപ്പയല്ലേ അവൻ. വീഡിയോ എടുക്കുന്നതിന്റെ പേരിൽ മാത്രമാണ് അവൻ മനസ്സിലായിട്ടാവില്ലല്ലോ. അപ്പൊ എന്തായാലും എന്റെ ജീവിതമൊക്കെ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. എനിക്ക് തോന്നുന്നു എൻ്റെ വീഡിയോ തുടക്കം തുടങ്ങി കാണുന്നവർക്കൊക്കെ മനസ്സിലാവും ഞാൻ എങ്ങനെയൊക്കെയാണ് പോകുന്നതെന്ന്.
കഴിഞ്ഞ ദിവസം കുറേ കമൻറ്റുകളൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി കുറേ പേര് പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ കുറിച്ചൊന്നും ഒട്ടും ഇങ്ങനെ ഇത്തിരി ദൂരെ പിടിക്കടി ഇങ്ങനെ ഒട്ടും അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾ നമ്മുടെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണ്ട. അപ്പോൾ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് നോക്കുമ്പോൾ പുറത്തേക്ക് പോവാ, ലൈറ്റ് കുറവാണോ? ഞാൻ എൻ്റെ മുഖം ഇങ്ങനെ ഗ്ലോ ചെയ്യുന്നില്ല. ഇല്ല, പുറത്ത് പോയിട്ട് സണ്ണ് വരുമ്പോഴുള്ള ഗ്ലോ ചെയ്യട്ടെ. ഇവിടെ ഇരുന്ന് സംസാരിക്കും. ഇവിടെ 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 ഇരിക്കും. ഓക്കെ. അതായത് ഈ നിങ്ങളിപ്പോൾ എൻ്റെ ഈ ഒരു റിയൽ ലൈഫ് എന്ന് പറഞ്ഞ ചാനലിലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്റ്റോറി കിട്ടണമല്ലോ. ഞാൻ ആരായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ആരായിരുന്നു എങ്ങനെയാണെന്നൊക്കെ അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആ പഴയ വീഡിയോസൊക്കെ ഒന്ന് നോക്കിക്കോളൂ, ജസ്റ്റ് ഒന്ന് പിന്നിലേക്ക് നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഐഡിയ കിട്ടും. ഇത് പുതിയതായിട്ട് കാണുന്നവർക്ക് ഇതാരാണ്, ഇവൻ ഏതാണ്, അങ്ങനെയൊക്കെ ചിന്തകളുണ്ടാവും. അതുപോലെ തന്നെ ഇത് പുതിയ വീടാണോ, അങ്ങനെ കുറേയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പലരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ആ ഒരു കണ്ടിന്യൂഷൻ ഇല്ലാണ്ട് പോയിൻ്റാണ്. നമ്മുടെ ഈ വീഡിയോ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ വിട്ടു പോയിട്ടുണ്ട്. അത് ഇനി കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ ഇട്ട് പോകാമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പം അതൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ട്രൈ ചെയ്യും. നീ എന്തൊക്കെ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കണേന്ന് കാണിക്കുന്നതാണ്. കാണിച്ചു കൊടുക്കാം. അതെ ഇതെന്താ കൊച്ചിൻ്റെ മുതലാ? ക്രോക്കഡൈൽ മുതലല്ല. സൂപ്പർ. എനിക്ക് തോന്നുന്നു ഇവനൊക്കെ ഇവൻ ജനിച്ച വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് അല്ലേ? വൈറ്റ് ലോക്സിലാണോ? ഒരു റിയൽ ലൈഫിലുണ്ടോ? രണ്ടിലുണ്ട്. നമ്മളിങ്ങനെ മാറി മാറി കളിക്കുന്നുണ്ട്. എവിടെയെങ്കിലും കേട്ടുണ്ടോ? അപ്പോൾ എന്തായാലും അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ അതിലൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ എന്താ കളിക്കണോ? അപ്പോൾ കളിക്കാൻ വരാം. ഇപ്പോൾ വരാം. അപ്പോൾ ഇനി കൊച്ചിൻ്റെ കൂടെ കളിക്കട്ടെ. വേറെ ഇച്ചിരി പണികളും കൂടി ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടെ. എന്നിട്ട് കുഞ്ഞ് വീഡിയോ ജസ്റ്റ് ഇപ്പോൾ പള്ളിയിൽ പോയി വന്നപ്പോൾ ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുത്താണ്. അപ്പോൾ അടുത്ത വീഡിയോ കൂടെ വരാം. ബൈ ബൈ. ബൈ ബൈ പറ.